സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഉപയോഗത്തിൻ്റെയും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗ്രേഡിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്താണ്. ഇപ്പോൾ ഒരു ഹോട്ടലായാലും തുടങ്ങുന്നതാണെങ്കിൽ ഹൈജീനിക്കായിട്ട് നിൽക്കാനായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിനുള്ള കിച്ചൺ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ലൈസൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ അതായത് ഇപ്പോൾ കേരളത്തിലായാലും സുലഭമായി കിട്ടുന്ന 2 ഗ്രേഡ് സ്റ്റീലുകളാണ് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ കിട്ടുന്നത്. ഒന്ന് 202 ഗ്രേഡും ഒന്ന് 304 ഗ്രേഡും. അതിന് 202 ഗ്രേഡാണ് നമുക്ക് ഇൻറ്റീരിയൽ വർക്കുകൾക്ക് ഉപയോഗിക്കണം. അതായത് നമ്മുടെ സ്റ്റെയർ കേസുകൾ, അങ്ങനത്തെ ബാൽക്കണി അങ്ങനത്തെ വർക്കുകൾക്ക് നമുക്ക് 202 ഉപയോഗിക്കും. 304 മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ പുറത്തെ വർക്കുകൾക്കാണ്. മഴ കൊള്ളുന്ന സ്ഥലങ്ങളിൽ നമ്മൾ മാക്സിമം 304 ഗ്രേഡാണ് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. കാരണം അത് ഒരു ലൈഫ് ടൈം നമുക്ക് ഗ്യാരൻ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ നമുക്ക് 202 ഗ്രേഡും 304 ഗ്രേഡും തിരിച്ചറിയാമെന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്താണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗ്രേഡുകൾ തിരിച്ചറിയുന്നത് ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ്. ഒരു ആസിഡിൻ്റെ ചെറിയ ലിക്വിഡാണ്. ആ ലിക്വിഡ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഈ ലിക്വിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 202 ഗ്രേഡും 304 ഗ്രേഡും നമുക്ക് തിരിച്ചറിയാം. ഇതിൻ്റെ ഒരു ലിക്വിഡ് ഒരു തുള്ളി 202 ഗ്രേഡും ഒഴിച്ചു കഴിഞ്ഞാൽ ആ 202 ഗ്രേഡ് ആണെങ്കിൽ അത് കറുത്ത കളറാവുകയും 304 ഒരു തുള്ളി ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഒരു കളർ മാറാതെ അങ്ങനെ തന്നെ ലിക്വിഡ് അതൊന്ന് നിൽക്കും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ആ ഗ്രേഡ് തിരിച്ചറിയാൻ കഴിയും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 304 പൈപ്പുമോ പഞ്ചിങ്ങോടുകൂടി 304 പഞ്ചിങ് ചെയ്ത് വരുന്നുണ്ട്. ഈ അറിവ് എഞ്ചിനീയർമാർക്കോ കോൺട്രാക്ടർക്കോ മാത്രമല്ല ഒരു വീട്ടുകാരനും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്.